ഹലോ ഫ്രണ്ട്സ്, സിആർ മീഡിയ ടെക്കിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിലെത്തുന്നത് നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു മലയാളി ഭോജ്യമായ കപ്പയും കോഴിയിറച്ചിയുമായിട്ടാണ്. കപ്പയും കോഴിയിറച്ചി നമുക്ക് എല്ലാവർക്കും ഇഷ്ടമാണല്ലോ. അതിൽ കപ്പ കുഴച്ച് വേവിച്ചതും കോഴി വറുത്തരച്ചത് ഒരു നല്ലൊരു വിഭവം നമുക്കൊന്ന് പരിചയപ്പെട്ടാലോ. അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഒപ്പം അതിൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കനും കൂടെ അമർത്തുമ്പോൾ ഞാനിത് വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കും. എന്നാൽ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ 2 കിലോ കപ്പ നമുക്കിവിടെ എടുത്തിട്ടുണ്ട്. അത് നമുക്ക് ക്ലീൻ ചെയ്തിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് വേണ്ടത് ഈ ഇൻഗ്രീഡിയൻസൊക്കെയാണ്: ഒരു മുറി നാളികേരം, കുറച്ച് ചുവന്നുള്ളി, വെളുത്തുള്ളി, ഗ്രീൻ ചില്ലിയും കറിവേപ്പിലും. ഇത്രയും സാധനം നമുക്ക് ചേർത്തിട്ട് നന്നായിട്ട് നമ്മുടെ കപ്പ ഒന്ന് കുഴച്ച് വെച്ച്. അപ്പോൾ ആദ്യം നമുക്ക് കപ്പ കുഴച്ച് വെച്ചെടുക്കാം. അപ്പോൾ ഇത് കപ്പയ്ക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് ഇതൊക്കെയാണ്. അപ്പോൾ ഇതിലേക്ക് ഒരു മുറി നാളികേരം, കുറച്ച് ചുവന്നുള്ളി, കുറച്ച് വെളുത്തുള്ളി, ഗ്രീൻ ചില്ലി. ഇത് നമുക്ക് അരച്ചെടുക്കണം. മിക്സിയിൽ നന്നായിട്ട് അരച്ച് ചേർത്തെടുക്കണം. അതിന് ശേഷമാണ് നമുക്ക് ചിക്കൻ്റെ നമുക്ക് ചേരുവ നോക്കാം. ഇപ്പോൾ ചിക്കനിലേക്ക് ഇത്രയും ചേരുവ വേണ്ടത്. ഇതിൽ സബോളയും ഇഞ്ചിയും വെളുത്തുള്ളിയും നമുക്ക് ഇത് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ വെളുത്തുള്ളി ഇഞ്ചി നമുക്ക് ചതച്ചെടുക്കണം. ഈ സബോള ഇതേപോലെ അരിഞ്ഞ് വയ്ക്കുക. അത് കഴിഞ്ഞിട്ട് നമുക്ക് വേണ്ടത് ഒരു മുറി നാളികേരം നമുക്ക് ചരുക്കി സെറ്റാക്കി വെക്കണം. ഒരു മുറി നാളികേരത്തിലേക്ക് ഒരു പിഞ്ച് പെരിഞ്ചീരകം, കുറച്ച് കുരുമുളകും, ഒരു 2 റെഡ് ചില്ലി. പിന്നെ നമുക്ക് ആ ചിക്കനൊന്ന് കഴുകി റെഡിയാക്കിപ്പോടെ ഞാൻ വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇത് നമുക്ക് രണ്ട് സ്റ്റൗവിൽ വെച്ചിട്ട് ഒരേ സമയത്ത് നമുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ കപ്പ നമുക്ക് ആദ്യം കുഴച്ച് ഒഴിച്ച് എടുക്കുന്നതിൻ്റെ മുമ്പ് നമ്മുടെ കപ്പ ഒന്ന് അരിഞ്ഞ് സെറ്റാക്കി ഇപ്പോൾ അവിടെ വയ്ക്കാം. ഇതേപോലെ കനം കുറച്ചിട്ട് നമുക്ക് വെട്ടി അങ്ങനെ അരിഞ്ഞെടുക്കണം. കനം കൂട്ടരുത് കേട്ടോ. കനം കൂടിക്കഴിഞ്ഞാൽ നമുക്കത് വേവ് കൃത്യമായിട്ട് കിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് കനം കുറച്ചിട്ട് നമുക്ക് എടുക്കാം. ഇതേപോലെ നമുക്ക് അങ്ങനെ ഒരു പാത്രം ഏതാണ്ട് നിറച്ച് കിട്ടി. അപ്പോൾ ഞാൻ ഇവിടെ കഴുകി വല വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിപ്പോൾ ഞാൻ ഗ്യാസിൽ വെച്ചു. ഇനി അതിൻ്റെ മുകളിലേക്ക് നികന്ന് വെള്ളം ഒഴിക്കുക. ഇതേപോലെ ഇത്രയും വെള്ളം ഒഴിച്ചിട്ടുണ്ട് ഇപ്പോൾ ഞാൻ. ഇനി നമുക്കത് മൂടി വയ്ക്കുക. ഇതിൽ ഉപ്പൊന്നും ഇടരുത്. നമുക്കൊരു 5 മിനിറ്റ് ഒന്ന് വെച്ചിട്ട് ഇപ്പോൾ ഞാനൊന്ന് ഇളക്കി നോക്കി. അതിൻ്റെ അടിയിൽ പോയിട്ട് സെറ്റാവുണ്ടോ എന്ന് നോക്കണം നമുക്ക്. അപ്പോൾ ഒന്ന് ഇളക്കിയിട്ട് ഇതേപോലെ തന്നെ വെച്ചിട്ട് നമുക്ക് അതേപോലെ തന്നെ അടച്ചിട്ട് നമുക്കൊരു 5 മിനിറ്റ് കൂടി നന്നായിട്ട് വേവിക്കണം. എന്നിട്ട് ഇത് നമ്മൾ വെള്ളം വാർത്തെടുക്കേണ്ടതാണ്. അപ്പോൾ അതിൻ്റെ ആ ടൈമിങ് നോക്കിയിട്ട് തെറ്റാതെ നമ്മൾ ഒന്ന് നോക്കണം. ഇപ്പം തന്നെ തുറന്നാൽ ഇപ്പോൾ വേവായിട്ടുണ്ട്, കണ്ടോ. അപ്പോൾ ഞാനിത് കൊണ്ടുവന്ന് വെള്ളം വാർത്ത് കളയാണ്. കുറച്ചും കൂടി വെള്ളമില്ലാതെ ഇപ്പോൾ ഞാൻ വാർത്തെടുത്തിട്ടുണ്ട്. ഇനി അതേപോലെ ഞാൻ ഇപ്പോൾ ഗ്യാസിൽ വെച്ചു. അപ്പോൾ നമുക്ക് ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടി അതിലിടുക. വളരെ കുറച്ച് മതി. അപ്പോൾ നമ്മൾ നാളികേരം അരച്ച് വെച്ചത് നമ്മളതിൻ്റെ നടുവിലേക്ക് നമ്മൾ ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പം നമ്മുടെ അരപ്പിലാണ് നമ്മൾ ഉപ്പിട്ട് കൊടുത്തിട്ടുള്ളത്. ഇതിലേക്ക് ആവശ്യമുള്ള ഉപ്പ് നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. സിം ഫ്ലെയിമിലിട്ടിട്ട് നമുക്കത് ചെയ്തെടുക്കണം. അപ്പോൾ കുറച്ച് കറി ലീസ് കിട്ടും. ഇനി ഇത് കുറച്ച് 2-3 മിനിറ്റ് നമുക്ക് അടച്ച് വയ്ക്കാം. അടച്ച് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ആ പച്ച ചുവ മാറിയിട്ടുണ്ടാവും. അത് നമുക്ക് നന്നായിട്ട് ഇളക്കിയെടുക്കണം. അപ്പോൾ ഗ്യാസിൽ തന്നെ കുറച്ച് നേരം വെച്ചിട്ട് ഇളക്കിയെടുക്കാം. അത് നമുക്ക് പുറത്ത് വെച്ച് നന്നായിട്ട് നല്ല കുഴച്ച് ജോയിൻ്റായിട്ട് എടുക്കാം കേട്ടോ. ഇത് കുഴച്ച് ജോയിൻ്റാക്കി വെച്ചതിന് ശേഷം നമുക്ക് ചിക്കൻ പ്രിപ്പയർ ചെയ്യാം. ഇതേപോലെ നന്നായിട്ട് നല്ല കപ്പയാണെങ്കിൽ നല്ല ടേസ്റ്റി ആയിരിക്കും കേട്ടോ. നന്നായിട്ട് അത് കുഴച്ച് വേവിച്ചെടുക്കാം. അപ്പോൾ ഞാനത് മാറ്റി വയ്ക്കുകയാണ്. എന്നിട്ട് നമുക്ക് അത് നോക്കാം. കണ്ടോ, ഇങ്ങനെ കിട്ടും ഇതേപോലെ. ഇനി നമുക്ക് ചിക്കൻ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഞാൻ വേറൊരു സ്റ്റവിൽ നമുക്കൊരു മഞ്ഞൾ പുരട്ടിയിട്ട് ഇപ്പോൾ ഒരു പാനിൽ ഞാനിവിടെ ചിക്കൻ വെച്ചിട്ടുണ്ട് കേട്ടോ. അടുത്ത പാനിൽ നമുക്ക് സെറ്റാക്കിയിട്ട് നമുക്ക് ഇതിലേക്കുള്ള ഗ്രേവി ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഗ്രേവിയിലേക്ക് വേണ്ട ഓയിൽ ഞാനിവിടെ ഒഴിച്ചു കൊടുത്തു. അത് ചൂടാവുകയാണ്. അപ്പോൾ നമുക്ക് അതിലേക്ക് സബോള ഇട്ട് കൊടുക്കാം. 2 സബോള ഉണ്ടാവും. അപ്പോൾ ഇത് നമുക്ക് നല്ല ബ്രൗണിഷ് കളറിലേക്ക് നമുക്ക് നല്ല വറുത്തെടുക്കണം. അങ്ങനെ നന്നായിട്ട് ഇതിൽ ഉപ്പൊന്നും ഇടണ്ട. ഇപ്പോൾ അല്ലാതെ തന്നെ ഫ്രൈ പാൻ ആയതുകൊണ്ട് ഇത് പിടിക്കുകയൊന്നുമില്ല. അപ്പോൾ നന്നായിട്ട് ഫ്രൈ ചെയ്തിട്ട് എടുക്കുക. അപ്പോൾ അത് ബ്രൗൺ കളറാകുമ്പോൾ നമുക്കതിലേക്ക് പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ഇട്ടു. ഇപ്പോൾ ആദ്യം ഞാൻ വെളുത്തുള്ളി കുറച്ചിട്ടാണ്. അതൊന്ന് വാടിക്കഴിഞ്ഞിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് വാടിയതിന് ശേഷം നമുക്ക് ഇഞ്ചി ഇട്ട് കൊടുക്കാം. ഉണ്ടോ, ഇതേപോലെ എന്നുവെച്ചാൽ പച്ച ചുവ വിട്ടതിന് ശേഷം നമുക്ക് ഇഞ്ചി ഇട്ട് കൊടുക്കാം. ഇഞ്ചിയിൽ വെള്ളത്തിൻ്റെ ക്വാണ്ടിറ്റി കൂടുതൽ. അപ്പോൾ അതും ചേർത്തിട്ട് ഒന്ന് ഡ്രൈ ആക്കിയെടുത്ത് അതിപ്പോൾ ഏതാണ്ട് വലിഞ്ഞു വന്നു കണ്ടോ. ഇതേപോലെ ആ സബോള എല്ലാം മൊരിയണം കേട്ടോ, അല്ലെങ്കിൽ
ഇത് വറുത്തരച്ച കറി ആയതുകൊണ്ട് ഇങ്ങനെ നന്നായിട്ട് ഡ്രൈ ആയി കിട്ടണം. കണ്ടോ, ഞാനിവിടെ 1.5 ടീസ്പൂണ് മല്ലിപ്പൊടി, ഒരു 1/2 ടീസ്പൂണ് ഗരം മസാല, കുറച്ച് മുളക് പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി ഇട്ടിട്ടുണ്ട്. ഇത്ര മതിയാവും. പിന്നെ നമ്മൾ ഗ്രീൻ ചില്ലിയും മറ്റേ റെഡ് ചില്ലിയൊക്കെ നമ്മൾ ഓൾറെഡി ചേർക്കുന്നുള്ളതുകൊണ്ട് അതിന് എരിവുണ്ടാവും. അപ്പോൾ ഒരുപാട് നമ്മൾ എരിവുള്ള ഒരു കറിയല്ല അത്. ഇനി ഞാൻ കുറച്ച് കറി ലീവ്സ് ഇതിലിട്ട് കൊടുക്കുകയാണ്. ഇനി നമ്മുടെ നാളികേരം വറുത്തരച്ച് വെച്ചിട്ടുണ്ട് നമ്മളവിടെ. അതിൽ കുരുമുളകും ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടിട്ടുണ്ട്. ഈ തക്കാളിയും കൂടി ചേർത്തിട്ട് നമുക്ക് ഒന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ നാളികേരം നമുക്ക് വെള്ളം കുറച്ചിട്ട് വേണം എടുക്കാൻ. അപ്പോൾ ഇതൊന്ന് വാടി കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക. ഒരുപാട് ഉപ്പ് വേണ്ട. അപ്പോൾ ഇതേപോലെ ഇനി ഇത് വഴറ്റിയെടുക്കുക. അപ്പോൾ അടുത്ത സ്റ്റൗവിൽ നമ്മളിപ്പോൾ ചിക്കൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ ചിക്കൻ ഏതാണ്ട് വേവായിട്ടുണ്ട്. കണ്ടോ, നമുക്ക് എത്രയും പെട്ടെന്ന് നമുക്കൊരു 10-20 മിനിറ്റിൻ്റെ ഉള്ളിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാം. ഇപ്പോൾ ഈ ചിക്കനോടെ വേവായി. നമ്മൾ 2 സ്റ്റൗവിൽ ഒരേ സമയത്ത് നമുക്ക് ചെയ്യുന്നുണ്ട്. പെട്ടെന്ന് തന്നെ നമുക്ക് കപ്പയും കോഴിയും നമുക്ക് റെഡിയാക്കി എടുക്കാം. അപ്പോൾ നമ്മുടെ കപ്പ കുഴച്ച് വെച്ച് അവിടെ റെഡിയായി കഴിഞ്ഞപ്പോൾ ഇതും കൂടി ആയാൽ നമുക്ക് ചിക്കൻ വറുത്തരച്ചതായി. അപ്പോൾ ഞാൻ ഇപ്പുറത്തെ സ്റ്റൗവിൽ നിന്ന് എടുത്തിട്ട് നമ്മുടെ ഗ്രേവിയിലേക്ക് ഈ ചിക്കൻ ഇട്ടു. ഉണ്ടോ, ഇനി ഇതിൽ കിടന്നിട്ട് 5 മിനിറ്റ് വന്ന് ആ ഗ്രേവിയൊക്കെ അതിൽ പിടിച്ചു. നന്നായിട്ട് അതിൽ കിടന്ന് അത്യാവശ്യം ഫ്ലെയിം കൊടുക്കുക. ഫുൾ ഫ്ലെയിം വേണ്ട. ഇനി നമ്മൾ വറുത്തരച്ച് വെച്ചത് ഞാനിപ്പോൾ അതിൽ ഒഴിച്ചു കൊടുക്കുക. അത്ര വെള്ളം മതി കേട്ടോ, തിക്കായിട്ട് എടുക്കണേ. ഇനി അതൊരു 2-3 മിനിറ്റ് അതിൽ കിടന്ന് ഒന്നിച്ച് വെന്ത് കഴിഞ്ഞപ്പോൾ നല്ല ഫ്ലേവറാവും. ഇനി അങ്ങനെ തന്നെ നമുക്ക് കുറച്ച് നേരം കൂടി വേവിക്കണം. പിന്നെ നമ്മളവിടെ പച്ചമുളക് സീഡ് കളഞ്ഞിട്ട് അത് സെൻറ്റർ കീറിയിട്ട് വെച്ചിട്ടുണ്ട്. അത് നമുക്ക് അതും കൊറിയാണ്ടർ ലീഫും ഇട്ട് കൊടുക്കണം. ഇതേപോലെ പച്ചമുളക് കീറിയത് അതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കാം. ഇതേപോലെ നിരത്തി ഇട്ട് കൊടുക്കുമ്പോൾ അതിൻ്റെ എണ്ണയുടെ പരുവത്തിൽ വരുമ്പോൾ അതിൽ കിടന്നിട്ട് ഒന്ന് വാടുമ്പോൾ അതിന് പ്രത്യേക ടേസ്റ്റ് വരും. ഇപ്പോൾ കറി ലീവ്സ് ഇങ്ങനെ നിരത്തി കൊടുക്കുക. ഇത് ഇപ്പോൾ ഇളക്കമൊന്നും വേണ്ട. ഇപ്പോൾ ജസ്റ്റ് 2 മിനിറ്റ് ഒന്ന് ഷേക്ക് ചെയ്ത് കൊടുത്താൽ മതി. ഇതേപോലെ, അല്ലെങ്കിൽ അങ്ങനെ വെച്ച് കൊടുത്താലും മതി. നിങ്ങൾക്ക് പറ്റില്ലെങ്കിൽ ഇതേപോലെ തന്നെ ചെയ്താൽ മതി. ഇപ്പോൾ ആ എണ്ണയുടെ മുകളിൽ കിടന്നിട്ട് ആ പച്ചമുളക് അതിൽ തന്നെ കിടന്നിട്ട് ഹാഫ് ബോയിലാവും. അതാണ് അതിൻ്റെ ടേസ്റ്റ്. ഇപ്പോൾ കണ്ടോ, ഇതേപോലെ ആയിട്ടുണ്ട്. ഇനി ആ എണ്ണ അതിൻ്റെ മുകളിലേക്ക് തെളിഞ്ഞ് വരുമ്പോൾ നമുക്കതിലേക്ക് കണ്ടോ ഇതേപോലെ കിട്ടി. ഇനി നമുക്കത് ഒരു സെർവിംഗ് ബൗളിലേക്ക് മാറ്റാം. നന്നായിട്ട് കിട്ടും. അത് കുറച്ചും കൂടി ആവാം. കണ്ടോ, അതിൻ്റെ എണ്ണ തെളിഞ്ഞ് വന്നപ്പോൾ നാളികേരം വറുത്തരച്ചതിൻ്റെ ആ ഫ്ലേവർ ശരിക്കും മുകളിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ ആ ചിക്കനിൽ കിടന്ന് മിക്സായിട്ട് ഒന്നിച്ച് വെന്ത് വന്നു. ഇങ്ങനെ ആ തെളിഞ്ഞ് വരും, എണ്ണ തെളിഞ്ഞ് വരും. അപ്പോൾ ഇതൊരു വ്യത്യസ്ത ടേസ്റ്റാട്ടോ കപ്പ കൂട്ടി കഴിക്കാനായിട്ട്. കപ്പ അതേപോലെ നന്നായിട്ട് കുഴച്ചെടുക്കണം. നല്ല ഡിഫറെൻ്റ്. ഇപ്പം ഞാനിത് ബബിളിലേക്ക് മാറ്റാണ്. അല്ല, ഇങ്ങനെ ഇത്രയും തിക്ക് ഗ്രേവിയിൽ എടുത്താൽ അതിനൊരു പ്രത്യേക രുചിയാണ്. ഇപ്പോൾ നല്ല ഫ്ലേവർ. ആ പച്ചമുളക് ചെറുതായിട്ട് വാടിയതും കണ്ട കൊറിയാണ്ടർ ലീഫിൻ്റെ ഇത്ര നല്ല കളർഫുള്ളായിട്ട് ഇത് കിട്ടും. ഇനി നമ്മുടെ കപ്പ കുഴച്ച് വെച്ചുകൊണ്ട് ഞാൻ കാണിച്ചു തരാം. ഇതിപ്പോൾ തന്നെ നല്ല കഴിക്കാനുള്ളൊരു പ്രത്യേക കോമ്പിനേഷനാണ് കപ്പ കുഴച്ച് വേവിച്ചതും. കണ്ടോ, നല്ല. ഇനി ഇത് മുക്കി ജോയിൻ്റ് ചെയ്തിട്ട് കഴിച്ചാൽ മതി. അമ്പോ, ഭയങ്കര ടേസ്റ്റാണ് അത്. നമുക്ക് കഴിക്കാം. കണ്ടോ, ഇത് രണ്ടും കൂടെ ആണ് ഒരു പിടി പിടിച്ചാൽ മലയാളിക്ക് വയറ് നിറയും. അത്രയും നല്ല വിഭവമാണ്. കണ്ടോ, ആ പച്ചമുളകും ഗ്രീൻ ചില്ലിയും ഒക്കെ കൂടുമ്പോൾ. അപ്പോൾ നിങ്ങൾ എൻ്റെ വീഡിയോ നന്നായിട്ട് കാണുക. ഇത് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അടുത്ത വീഡിയോയിൽ കാണുന്നവർ എല്ലാവർക്കും നന്ദി, നമസ്കാരം.